യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ധാരാളം പണ്ഡിതന്മാർ, പണ്ഡിതന്മാരെന്നും പുരോഹിതന്മാരെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് തന്നെ പരാമർശിക്കുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ലയഖുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അനർഹമായ മാർഗത്തിലൂടെ ബാത്തിലായി കൊണ്ട് മനുഷ്യരുടെ, പൊതുജനങ്ങളുടെ സമ്പത്ത് ഭുജിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കൃത്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ചില പണ്ഡിതന്മാർ, ചില പുരോഹിതന്മാർ നിങ്ങളുടെ സമ്പത്തിനെ അനർഹമായി ഭുജിച്ചുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സമ്പത്തിനെ അനർഹമായി ഭുജിക്കുന്നതിന് വേണ്ടി വയസുദ്ദൂന അൻ സബീലില്ലാ, അവർ ദൈവമാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ വഴി തെറ്റിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് വഴി തെറ്റിക്കാതെ ചൂഷണം നടക്കില്ല. അതേറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് സമൂഹത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ഇത്രമേൽ ചൂഷണങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ആലോചിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അത് പൊതുജനങ്ങൾ, വിശ്വാസികൾ, നമ്മൾ അടങ്ങുന്നവർ പലപ്പോഴും ദീനിനെ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ്. ദീൻ അറിയാതിരിക്കുമ്പോൾ, ഖുർആനിന്റെ ആശയം അറിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ചില പണ്ഡിതന്മാർ, ചില പുരോഹിതന്മാർ പറയുന്നത് അതുപോലെ വിശ്വസിച്ച് അനുഷ്ഠിക്കേണ്ട അവസ്ഥ ഒരു മനുഷ്യന് വരികയാണ്. ഖുർആൻ പഠിക്കുക, അതിന്റെ യാഥാർത്ഥ്യം, യഥാർത്ഥ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ് സമ്പൂർണ്ണമായ ചൂഷണങ്ങൾക്കുള്ള പരിഹാരം. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കുമ്പോൾ ചില പണ്ഡിതന്മാർ എന്ന മുഖംമൂടി ധരിച്ചിട്ടുള്ള ചിലരൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് ഇസ്ലാം അതല്ലെങ്കിൽ ഖുർആൻ സമ്പൂർണ്ണമായി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പുതിയ വാദം. പൂർണ്ണമായിട്ടും ഒരു സാധാരണക്കാരന് ഖുർആൻ സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയും. പണ്ട് കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ജനങ്ങൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയാൽ ഒരു അന്ധവിശ്വാസവും ഒരു ചൂഷണവും സമൂഹത്തിൽ ഉണ്ടാവില്ല, ഒരു സംശയമല്ല. ഇതേറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ്. സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടോ അത് ഖുർആനിന്റെ ആശയം കൃത്യമായി ഉൾക്കൊള്ളാത്തതാണ്. എന്ന് വെച്ചാൽ വികലമായ ആശയങ്ങൾ മാത്രം നമ്മൾ കേൾക്കുകയും അങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ മാത്രം നമ്മൾ അവലംബിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ പെട്ടുപോകുന്നത് എന്ന് ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം.